ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മീൻ പൊരിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് ഈ മീൻ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾ അധിക പേരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു പുതിയ റെസിപ്പി തന്നെ ആയിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊരിച്ചത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 8 അല്ലി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 10 അല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു നാരങ്ങയുടെ പകുതിയിൽ നിന്നുള്ള നീര് ചേർത്ത് കൊടുക്കുക. കുരുവൊക്കെ മാറ്റിയതിന് ശേഷം നാരങ്ങ നീര് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകമാണ് കേട്ടോ. ഇത് നമുക്കെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മഷി പോലെ അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അയിലയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ അയിലപ്പാറ എന്നാണ് ഇതിന് പറയുക. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഈ അരപ്പ് ഞാനിവിടെ ഈ മീനിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ഒരിക്കലും ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. അപ്പോൾ ഇനി ഒരു തവണയെങ്കിലും മീൻ പൊരിക്കുന്ന സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടും. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 3/4 കിലോ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീനും ഇതേ അളവിലെടുത്തിട്ട് ഈ മസാല വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് മുകളിലായിട്ട് മീൻ ഓരോന്ന് വെച്ച് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തീ കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഒരു സൈഡ് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊരിച്ചതാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്